വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോണ്ടിനെന്റൽ ഡിഷാണ് സദേൺ ഫ്രൈഡ് ഫിഷ്. ഇത് ഒരു സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന അതേ രുചിയിൽ നമുക്കൊരു വീഡിയോകൾ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സ്റ്റെപ്പുകളൊന്നും മിസ്സാകാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ പൂർണ്ണമായിട്ടും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമായാലും ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കെ ഫുഡ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിനായി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ അല്പം കുരുമുളക് പൊടി, അല്പം തൈം ചേർക്കുന്നുണ്ട്, അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അല്പം പച്ചമുളക്. എരിവ് ഒരു മീഡിയം എരിവിനാണ് നമ്മൾ തയ്യാറാക്കുക. കൂടുതൽ സ്പൈസി ഇഷ്ടമല്ല, കൂടുതൽ പച്ചമുളക് ചേർക്കാവുന്നതാണ്. അതേപോലെ 2 സ്പൂണ് നാരങ്ങ ജ്യൂസ്, അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ ഒരു എഗ് യോക്ക് ബീറ്റ് ചെയ്തെടുക്കുക, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 200 ഗ്രാം ബോൺലെസ് ഫിഷിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാരിനേഷൻ തയ്യാറാക്കുന്നത്. ഇതുപോലെ ബോൺലെസ് ചെയ്ത ഫിഷിൻ്റെ ഫില്ല് എടുക്കുക, എന്നിട്ട് ഈ മാരിനേഷനിൽ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. ഇത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 1-2 മണിക്കൂർ നിങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോഴേ നന്നായിട്ട് മീനിലേക്ക് മസാല പിടിക്കുള്ളൂ. ഇനിയിപ്പോൾ ബോൺലെസ് ഫിഷ് ഇല്ലെങ്കിൽ കനം കുറഞ്ഞ എല്ലുള്ള ഏത് മീനും ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഫിഷൊക്കെ നല്ല മസാല പിടിച്ച് വന്നിട്ട് അപ്പോൾ ഞാനിവിടെ ഒരു പ്ലേറ്റിൽ അല്പം മൈദ എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ബ്രെഡ് ക്രംസ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ക്രം ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. ഈ മൈദയിൽ ഇതുപോലെ ഒന്ന് ഡസ്റ്റ് ചെയ്യുക. അതിന് ശേഷം ഒന്നും കൂടി ആ മസാലയിൽ നമുക്ക് മുക്കിയെടുക്കാം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു ബാറ്റർ ഒന്നും തയ്യാറാക്കേണ്ട ആവശ്യമില്ല, നമ്മൾ എഗ്ഗ് ഡയറക്റ്റ് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ ഒരു ബാറ്റർ തയ്യാറാക്കേണ്ടി വരും. ഇതൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് ചെയ്ത ശേഷം നമുക്ക് ബ്രെഡ് പൗഡറിൽ ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ക്രം ചെയ്തെടുക്കണം. മൈദയും എഗ്ഗെല്ലാം ഉപയോഗിച്ചുള്ള ചെയ്ത് കഴിഞ്ഞ് ഇതിനെ നന്നായിട്ടൊന്ന് ക്രം ചെയ്യാം. ക്രം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഫിഷിൻ്റെ എല്ലാ ഭാഗത്തും ക്രം ഒരേ രീതിയിൽ എത്തുന്ന രീതിയിൽ നല്ല കട്ടിക്ക് നമ്മൾ ക്രം ചെയ്യുക. ഇതിനെ നമുക്ക് ഇനി ഒരു കട്ടിംഗ് ബോർഡിലേക്ക് മാറ്റിയിട്ട് ഇതിനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ 2 ഫില്ലർ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിനൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മുടെ 2 ഫിഷിൻ്റെ ക്രമ്മിങ് കഴിഞ്ഞിട്ട് ഇനി നമുക്കിതിനൊന്ന് ഷേപ്പ് ചെയ്ത് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്യുക, ഒരു നൈഫ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ കാണുന്ന പോലെ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലയുടെ മാരിനേഷൻ കഴിഞ്ഞു, ക്രമ്മിങ് കഴിഞ്ഞു. ഇത് ഫ്രൈയിങ് ആണ്. ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ നല്ല ഹൈ ഹീറ്റായിട്ടുള്ള ഓയിലിൽ വേണം നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ അങ്ങനെ നല്ല ഹൈ ഹീറ്റിൽ നിൽക്കുന്ന ഓയിലിലേക്ക് ഫിഷ് ഇട്ട ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ അതിൻ്റെ ഫയറൊന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ ഉള്ളെല്ലാം നല്ല കുക്കായും ചെയ്യും, ഓയിൽ ഫിഷിലേക്ക് വലിയാണ്ടിരിക്കുകയും ചെയ്യും. അതിനുശേഷം 1 സൈഡ് കുക്കായ ശേഷം ഇതുപോലെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഫിഷ് എല്ലാം തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. മയോണൈസോ ഇനി ടാർട്ടാർ സോസ് അതെല്ലാം ഇതിൻ്റെ കൂടെ നമുക്ക് അപ്പത്തിന് വേണ്ടിയിട്ട് കൊടുക്കാം. അതേപോലെ ചിപ്സ് കൊടുക്കാം. ചിപ്സിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണുക. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഫിഷ് എല്ലാം വീഡിയോകൾ തയ്യാറാക്കി എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.